യേശു മഹോന്നതനേ മഹോന്നതനേ, വേഗം കാണാം വൽപ്രേമസാഗരെ കാണാം. സുന്ദരരൂപനെ ഞാൻ വിവേകമതി, വേഗം കാണാം വൽപ്രേമസാഗരെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരും മശിഹായോടു വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 21-ാം വാക്യം. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. അലറുന്ന സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ വിടുവിച്ച് തന്നെ കൊന്നുകളയുവാൻ ശ്രമിക്കുന്ന കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന് വിടുതൽ നൽകി എനിക്ക് ഉത്തരം നൽകുന്നു. തൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ തന്നെ കാക്കുകയും തൻ്റെ നിലവിളി കേട്ട് ഉത്തരം നൽകുന്ന ദൈവത്തെയുമാണ് ദാവീദ് ഈ വാക്യത്തിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്. പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ ഊഴാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രു അവന്റെ കൊമ്പുകൾക്കിടയിൽ കോർത്ത് നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ മന്ദമായ സ്വരം കേൾക്കുവാൻ നമുക്ക് കഴിയും. ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും തളർന്നു പോകാതെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവീയ ശബ്ദം കേൾക്കുന്നവർക്ക് കഴിയും. ദൈവത്തിൻ്റെ ശബ്ദത്തിനായി ഈ നാളുകളിൽ നമുക്ക് കാത്തിരിക്കാം. ദൈവശബ്ദം കേട്ട് പ്രതിസന്ധികൾ തളരാതെ ഉറച്ചു നിൽക്കുവാൻ നമ്മെ തന്നെ നമുക്ക് ഈ നാളുകൾ ഒരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ നിലവിളി കേട്ട് എനിക്ക് ഉത്തരം അരുളണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.